സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വി നിർമ്മലയുടെ സായുജ്യം, അദ്ധ്യായം 34. വിമല അവധിക്ക് നാട്ടിലെത്തി. വീട്ടിലെല്ലാവർക്കും എന്ത് സ്നേഹം, എന്തൊരടുപ്പം. പ്രതാപൻ മരിച്ച വാർത്ത അറിഞ്ഞിരിക്കും. അറിയിക്കാൻ അമ്മാമ്മയ്ക്ക് എഴുതിയിരുന്നല്ലോ. നേരിട്ട് അറിയിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. എന്നാലല്ലേ ഓരോരുത്തരുടെയും സന്തോഷം നേരിൽ കാണാനൊക്കൂ. എൻ്റെ മോളങ്ങ് ക്ഷീണിച്ചു പോയി. നീ അവിടെ നേരാവണ്ണം ഊണും ഉറക്കവും ഒന്നും ഇല്ലേ? മാധവിയമ്മ സ്നേഹത്തോടെ ചോദിച്ചു. വിമലയുടെ ചുണ്ടിലൊരു നിന്ദാഹാസം വിരിഞ്ഞു. ഗംഗാധരനും അടുത്തു വന്ന് മകളോട് കാരുണ്യപൂർവ്വം സംസാരിച്ചു. ചേച്ചി വല്ലാതെ ക്ഷീണിച്ചു, അജിതയും പറഞ്ഞു. വിമലയ്ക്ക് പുച്ഛം തികട്ടി വന്നു. രക്ഷപ്പെടാൻ അമ്മാമ്മയുടെ വീട്ടിലേക്ക് ചെന്നു. അച്ചുനായർ വരാന്തയുടെ അരപ്ലേസിലിരിക്കുകയായിരുന്നു, കയ്യിലൊരു പുസ്തകവും. വിമല തൊട്ടുമുമ്പിൽ വന്നു നിന്ന് വിളിച്ചിട്ടേ അയാൾ അറിഞ്ഞുള്ളൂ. മുഖമുയർത്തി നോക്കിയത് വിമലയുടെ കണ്ണിലേക്കാണ്. അതവിടെ തന്നെ നിമിഷങ്ങളോളം തങ്ങി നിന്നു. അമ്മാമ്മയുടെ കണ്ണ് നിറഞ്ഞുവോ? വീണ്ടും എല്ലാം ഓർമ്മിപ്പിക്കുകയാണോ? വിമലയ്ക്ക് ദേഹം തളരും പോലെ തോന്നി. അച്ചുനായർ കണ്ണട എടുത്തു മാറ്റി കണ്ണു തുടച്ചു. മോളെ രഞ്ജിനി, ആരാ വന്നിരിക്കുന്നതെന്ന് നോക്ക്. ശ്രീരഞ്ജിനി ഓടി വന്നു. അവൾ വളർന്നിരിക്കുന്നു, ഒരു പാവാടക്കാരി സുന്ദരി. ശ്രീരഞ്ജിനി വന്നതും വിമലയെ കെട്ടിപ്പിടിച്ച് ഒറ്റ കരച്ചിൽ. വിമല വിഷമിച്ചു പോയി. ശ്രീരഞ്ജിനിയെ പിടിച്ചു മാറ്റി നിർത്തിയിട്ട് ചോദിച്ചു, എന്താ, നീ എന്തിനാ കരഞ്ഞത്? സങ്കടം കൊണ്ട്. അവൾ കണ്ണുനീർ തുടച്ച് ചിരിക്കാൻ ശ്രമിച്ചു. എന്തിനാ സങ്കടം? എനിക്കറിഞ്ഞൂടാ. ചേച്ചിയെ കണ്ടപ്പോൾ കരച്ചിൽ വന്നു. കുശലങ്ങൾക്കും ചായ കഴിക്കുന്നതിനുമെല്ലാം ശേഷം സംഭാഷണം വിമലയുടെ ഭാവിയെക്കുറിച്ചായിരുന്നു. അച്ചുമാമ പറഞ്ഞു, നീ രക്ഷപ്പെട്ടല്ലോ എന്ന് സന്തോഷിച്ചിരിക്കുകയായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. അപ്പോഴാണ് ഇരുട്ടടി. നിനക്കതിനെ മനസാന്നിധ്യത്തോടെ നേരിടാൻ കഴിഞ്ഞല്ലോ, നന്നായി. മനസാന്നിധ്യമില്ലായിരുന്നു, മനസ്സ് വിറങ്ങലിച്ചു പോയിരുന്നു. എൻ്റെ കണ്ണ് നനഞ്ഞിട്ട് എത്ര കാലമായി എനിക്ക് ഓർമ്മയില്ല. പക്ഷേ നിന്റെ കത്ത് കിട്ടിയ അന്ന് ഞാൻ കരഞ്ഞു. അതുപോലൊരു വിഷമം ജീവിതത്തിലുണ്ടായിട്ടില്ല. വിമല വല്ലാതെയായി. വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മകൾ ആർത്തിരമ്പി വന്നു. പ്രതാപൻ്റെ മുഖം, സ്വരം. അവളുടെ കണ്ണുകൾ നനഞ്ഞു. സാരമില്ല മോളെ, ഈശ്വരൻ വേറൊന്ന് കാണാതെ ഒന്നും ചെയ്യില്ല. വീട്ടിലറിഞ്ഞോ? വിമല ചോദിച്ചു. ഞാൻ പറഞ്ഞു, അവർക്ക് സന്തോഷിക്കാൻ ഒരവസരം കിട്ടുന്നതല്ലേ, നഷ്ടപ്പെടുത്തണ്ടെന്ന് വെച്ചു. എന്താ പ്രതികരണം? എല്ലാവർക്കും സന്തോഷം. അച്ഛനമ്മമാരെ ധിക്കരിച്ച് ഓരോന്ന് ചെയ്യാൻ പുറപ്പെട്ടാൽ ഇങ്ങനെയൊക്കെ വരുമെന്ന് വരെ എൻ്റെ പെങ്ങള് പറഞ്ഞതായിട്ട് അറിയാം. അതിൽ കൂടുതൽ ഞാൻ പ്രതീക്ഷിച്ചതാ. ഒളിയമുണ്ടാവും കരുതിയിരുന്നോ? ഞാൻ എന്തിനു വേണ്ടി ഇനി കരുതിയിരിക്കണം? നീ കരുതിയിരിക്കുക തന്നെ വേണം. ഇനിയും കിട്ടുന്നത്ര കവർന്നെടുക്കാമല്ലോ അവരുടെ സന്തോഷം. പ്രതാപനായിരുന്നല്ലോ തടസ്സം, അത് മാറിക്കിട്ടിയില്ലേ? പക്ഷേ നീ സമ്മത തുകയിൽ ഒരു പൈസ കൂടുതൽ കൊടുക്കരുത്. ഇനി എനിക്കെന്തിനാ സമ്പാദ്യം? വേണ്ട, ജീവിക്കണമെന്ന് പോലും ആശയില്ല. മടയത്തരം പറയാതെ. ജീവിതത്തിൽ ഓരോ ദുഃഖം മാറി മാറി വരും. കുറേശ്ശെ നമ്മളെല്ലാം മറക്കും. ഗോപികൃഷ്ണനെ നീ മറന്നില്ലേ കാലത്തിൻ്റെ പോക്കിൽ? ഇനി ഒരിക്കൽ പ്രതാപനെയും നീ മറക്കും. അതാണ് ജീവിതം. മറക്കാൻ പഠിക്കാത്തവർ ജീവിതത്തെ ഇരുട്ടത്ത് മൂടി വയ്ക്കുകയാണ്. മനസ്സിലെ മുറിവ് എത്ര ശ്രമിച്ചിട്ടും അതൊക്കെ ഉണങ്ങും മോളെ. ഒരിടവ് ശേഷിച്ചെന്ന് വരും. ഒരോർമ്മ, ഒരു നെടിവീർപ്പ്. ഏകാന്തതയിൽ മനസ്സഴിഞ്ഞിരിക്കുമ്പോൾ ഒരു തുള്ളി കണ്ണീര്, അതിലൊതുങ്ങും. പക്ഷേ ജീവിതം അത്രയുമല്ലല്ലോ, എത്രയോ വിശാലം, അപാരം. അച്ചുനായരുടെ വീട്ടിൽ നിന്ന് മടങ്ങുമ്പോൾ വിമലയ്ക്ക് മനസ്സൽപ്പം തെളിഞ്ഞതുപോലെ തോന്നി. മനസ്സിലെ കൊടുന്തടുപ്പിൽ കൂറ്റാക്കൂറ്റിരുട്ടത്ത് ഇത്തിരി ചൂടും ഇത്തിരി വെളിച്ചവും പകരുന്ന ഒരു കൊച്ചു തീപ്പൊരി മിന്നുന്നതുപോലെ. വീട്ടിൽ പക്ഷേ അവൾ തനിച്ചെന്നതുപോലെ കഴിഞ്ഞുകൂടി. തൻ്റെ ദുഃഖത്തിൽ മനസ്സാ സന്തോഷിക്കുന്നവരുടെ നടുവിലാണല്ലോ എന്നൊരു ഈർഷ്യയും. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഓരോരുത്തർ ഒളിഞ്ഞും തെളിഞ്ഞും പണത്തിൻ്റെ ഓരോ ആവശ്യങ്ങൾ അവതരിപ്പിച്ചു തുടങ്ങി. അജയൻ കോളേജ് കുമാരനായി കഴിഞ്ഞു. കൂട്ടുകാർ പലരും സ്വന്തം ബൈക്കിലാണ് കോളേജിൽ വരുന്നത്. അജയനും വേണം ഒരു മോട്ടോർ ബൈക്ക്, അല്ലെങ്കിൽ കുറച്ചിലാണ്. അനിലയുടെ രണ്ടാമത്തെ കുഞ്ഞിന് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിക്കൊടുക്കണം. ആദ്യത്തെ കുഞ്ഞിന് എത്ര പവനിട്ടുവോ അത്രയും തന്നെ വേണം. കുഞ്ഞുങ്ങളോട് പക്ഷഭേദം കാണിച്ചുകൂടാ. അജിത യുവതിയായി കഴിഞ്ഞു. ബിരുദം നേടിക്കഴിയുമ്പോൾ ഒരു ജോലി കിട്ടണമെങ്കിൽ 1,00,000 കോഴ കൊടുക്കേണ്ടി വരും. അത് കരുതി വെക്കണം. പിന്നെ ഗംഗാധരനും മാധവിയമ്മയ്ക്കും കൂടി ഒരു ജോയിൻറ്റ് ബാങ്ക് ഡിപ്പോസിറ്റ്. വയസ്സുകാലത്ത് ആരെയും ആശ്രയിക്കാതെ അതിൻ്റെ പലിശ കൊണ്ട് കഴിഞ്ഞുകൂടണം. വിഷുവിനാണ് തുടക്കമിട്ടത്. എനിക്ക് 3 മാസത്തിനകം 1,00,000 രൂപ വേണം. ഞാൻ നേരത്തെ പറഞ്ഞതാ, വീട് പരിഷ്കരിക്കാനും ബിസിനസ്സിനും. വിമല വിഷുവിനെ തറച്ചു നോക്കി. നീ കണ്ണുരുട്ടിക്കൊന്നും വേണ്ട, കാശ് അത്യാവശ്യമാ. എൻ്റെ കയ്യിലുണ്ടാകില്ല എന്ന് പറഞ്ഞാൽ ഒക്കെയല്ല.
ഉണ്ടായാലും ഞാൻ വിശ്വേട്ടന് ഒരു രൂപ പോലും തരില്ല. മറ്റവൻ കഴിഞ്ഞു പോയില്ലേ, പിന്നെ എന്താ കുഴപ്പം? വിശ്വേട്ടൻ ചോദിക്കരുത്, തരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി നിനക്ക് മര്യാദയായില്ലേടി? ഞങ്ങളെല്ലാം ധിക്കരിച്ചതിൻ്റെ ശിക്ഷ നിനക്ക് കിട്ടിയില്ലേ? എന്തിയാ നിന്റെ മറ്റവൻ? ശവം പോലും കിട്ടിയോ? എടി, മോളിലിരുന്ന ഒരുത്തൻ എല്ലാം കാണുന്നുണ്ട്. ദൈവശിക്ഷയാ നിനക്ക് കിട്ടിയത്. എന്നിട്ടും പഠിക്കാത്തവളല്ലേ നീ? നിനക്കിതിലും വലുത് വരാൻ പോകുന്നതേയുള്ളൂ. വന്നോട്ടെ. വിമല പൊട്ടിത്തെറിച്ചു. നിങ്ങൾക്ക് ദൂർത്തടിക്കാൻ പണം തരാഞ്ഞിട്ടാണ് ഈ ദുഃഖം വന്നതെങ്കിൽ എനിക്ക് സന്തോഷമേയുള്ളൂ. നിങ്ങൾക്ക് പണം തരാത്തതിന് എന്നെ ശിക്ഷിക്കുന്ന ദൈവത്തെ ഞാൻ പേപ്പട്ടിയെപ്പോലെ വെറുക്കും. ഇനി മേലിൽ വിശ്വേട്ടൻ എന്നോട് കാശ് ചോദിക്കരുത്. ആ നാവ് കൊണ്ട് എന്നോട് ഇനി സംസാരിച്ചാൽ ഞാൻ മുഖത്ത് തുപ്പും. അത്രയ്ക്കും വെറുപ്പും വൈരാഗ്യവും തോന്നുന്നുണ്ട് എനിക്ക്. വിമല അത് ചെയ്യുമെന്ന് വിശ്വനും തോന്നി. അങ്ങനെയായിരുന്നു അപ്പോൾ അവളുടെ മുഖം. അവളുടെ ചത്തവനെക്കുറിച്ച് പറഞ്ഞത് അവൾക്ക് പിടിച്ചില്ല. വിശ്വൻ പിറുപിറുത്തുകൊണ്ട് ഇറങ്ങിപ്പോയി. മറ്റുള്ളവരെല്ലാം നിശബ്ദരായ കാഴ്ചക്കാരും കേൾവിക്കാരുമായി. രാത്രി അത്താഴത്തിന് ശേഷമായിരുന്നു മാധവിയമ്മയുടെ ഊഴം. ബാങ്ക് ഡിപ്പോസിറ്റ് ഇടാൻ പണം വേണമെന്ന് പറഞ്ഞ് അവർ തുടങ്ങി. തുടർന്ന് ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ അവർ വിമലയുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ഞാൻ എത്ര തരുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, 1.5 ലക്ഷം. അതേ പറ്റൂ. നിങ്ങളെല്ലാം കൂടി അത് പങ്കിട്ടെടുത്തോ. വിമല ശാന്തത കൈവിടാതെ പറഞ്ഞു. അതെന്തോന്നിന് തികയും? മാധവിയമ്മ ചോദിച്ചു. എല്ലാവരും കൂടി അത് സമ്മതിച്ചതല്ലേ? അന്നത്തെ സാഹചര്യമാണോ ഇപ്പോൾ? ഇപ്പോഴെന്തു പറ്റി? പശുവും ചത്തു, മോരിലെ പുളിയും പോയി. വിമല മാധവിയമ്മയെ തുറച്ചു നോക്കി. അമ്മ ഇങ്ങനെ കണ്ണിച്ചോരയില്ലാതെ സംസാരിക്കരുത്. കണ്ണിച്ചോരയില്ലായ്മ കാണിച്ചതാരാ? ആരാ? നീ. ആണൊരുത്തനെ കണ്ടപ്പോൾ തന്തയും തള്ളയും മറന്നു, കൂടപ്പിറപ്പുകളെയും മറന്നു. അതിൻ്റെ ഫലം അനുഭവിക്കുകയും ചെയ്തില്ലേ? അമ്മയ്ക്കങ്ങനെ ഇത്രയും ക്രൂരമായിട്ട് പെരുമാറാൻ കഴിയുന്നു? ഞാനും അമ്മയുടെ മകളാണ്, അമ്മയുടെ വയറ്റിൽ ജനിച്ചവൾ. അതോ എന്നെ ഈ വീട്ടുമുറ്റത്ത് പിച്ചക്കാരുപേക്ഷിച്ച് പോയതോ? എന്നാലും ഇത്രയും ദുഷ്ടത കാണിക്കാൻ തോന്നുമോ? ഞാനൊരു ദുഷ്ടതയും കാണിച്ചില്ല. കാര്യം പറഞ്ഞെന്നേയുള്ളൂ. കുടുംബം നോക്കാൻ ഉത്തരവാദിത്തമുള്ള നീ 4 കാശ് കണ്ടപ്പം കുറേ നെകളിച്ചു. ഞങ്ങളെ നിനക്ക് പുല്ലുപോലെ അല്ലായിരുന്നോ? ഞങ്ങൾ ധർമ്മം ചോദിക്കുകയാണെന്നല്ലായിരുന്നോ നിന്റെ വിചാരം? അതിൻ്റെ ഫലം അനുഭവിച്ചെന്നാ പറഞ്ഞത്. അത് ഞാൻ ഇനിയും പറയും. എടി, അച്ഛനന്മാരോട് കണക്ക് പറയൽ മക്കൾക്ക് കൊള്ളുകയില്ല. അങ്ങനെ പറയാനാണെങ്കിൽ പെറ്റതിൻ്റെയും വളർത്തിയതിൻ്റെയും ഒക്കെ കണക്ക് ഞങ്ങൾക്കും പറയാനുണ്ട്. നീയൊക്കെ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച് തന്നാലും ആ കടപ്പാട് തീരുകയില്ല. തന്തയുടെയും തള്ളയുടെയും മനസ്സ് നോന്ത ശാപം കിട്ടിയാൽ ഒരു മക്കളും നന്നാകാനും പോകുന്നില്ല. ഇനിയെങ്കിലും നീ അത് മനസ്സിലാക്ക്. വിമലയ്ക്ക് കരച്ചിൽ വന്നു. എന്താണ് അതിനർത്ഥം? അമ്മ മനസ്സ് നൊന്ത് ശപിച്ചതാണത്രേ. നീ നന്നാവാതെ, നിനക്കൊരിക്കലും സന്തോഷം കിട്ടാതെ നരകിക്കട്ടെ എന്ന്, നിന്റെ ജീവിതം മുടിഞ്ഞു പോകട്ടെ എന്ന്, ദുഃഖത്തിൽ മുങ്ങി താഴട്ടെ എന്ന്, പ്രതാപന് അപമൃത്യു സംഭവിക്കട്ടെ എന്നും ശപിച്ചു കാണുമോ? അമ്മയല്ലാതെ വേറെ ആരും മക്കളെ പ്രസവിച്ച് വളർത്തിയിട്ടില്ലല്ലോ. ലോകത്ത് വേറൊരു മക്കൾക്കും ഇതുപോലെ തീരാത്ത കഷ്ടപ്പാടുമില്ലല്ലോ. എല്ലാ മക്കളും ഈ നുകയും പേറിയാണോ ജീവിക്കുന്നത്? തലമുറകളായി ഈ നുകം കൈമാറി പോരുകയാണോ? വിമലയ്ക്ക് എന്തെല്ലാമോ ചോദിക്കണമെന്നും പറയണമെന്നും ഉണ്ടായിരുന്നു. എല്ലാം മനസ്സിൽ വന്ന് തിക്കുമുട്ടിക്കൂടി കഴിഞ്ഞു. ഒടുവിലവൾ ഗദ്ഗദത്തോടെ ഇത്രയും പറഞ്ഞു. പണക്കൊതി കൊണ്ട്, അതിനോടുള്ള അത്യാർത്തി കൊണ്ട് എത്ര സമ്പാദിച്ചു കൊടുത്താലും മതിവരാഞ്ഞ് മക്കളെ ശപിക്കുന്ന ഒരമ്മയെക്കുറിച്ച് ഞാൻ ആദ്യം കേൾക്കുകയാണ്. എങ്ങനെയാണ് ഒരമ്മയെ ആദ്യം കാണുന്നത്? ഇനിമേൽ പണം കിട്ടാഞ്ഞ് എൻ്റെ അമ്മയുടെ മനസ്സ് നോവണ്ട. ശപിക്കാൻ മെനക്കെടുകയും വേണ്ട. ഞാൻ ജോലി ചെയ്തുണ്ടാക്കുന്ന പണം ഒരു ചില്ലി പോലും എടുക്കാതെ അമ്മയ്ക്ക് തന്നേക്കാം, അതുപോരെ? വിമല ഏങ്ങലടിച്ചുകൊണ്ട് മുറിയിലേക്ക് പോയി. മുറിയിൽ കട്ടിലിൽ കിടന്ന് കരഞ്ഞു. വാവിട്ട് കരയാതിരിക്കാൻ തലയിണയുടെ മൂല വായിൽ തള്ളിക്കയറ്റി. എങ്ങനെയെങ്കിലും ജീവിതം ഒന്ന് അവസാനിപ്പിച്ച് കിട്ടിയിരുന്നെങ്കിൽ. എന്തിനു ജീവിക്കുന്നു? ആർക്കു വേണ്ടി? ആത്മഹത്യ ചെയ്യുകയാണ് വേണ്ടത്. നാളെ നേരം പുലരുമ്പോൾ പൂമുഖപ്പടിക്ക് മീതെ തൻ്റെ ശവം തൂങ്ങി നിന്നാടണം. അങ്ങനെയാണ് ഇവരോട് പ്രതികാരം ചെയ്യേണ്ടത്. അങ്ങനെയേ പറ്റൂ. അത്രയും കടന്ന് ചിന്തിച്ചിട്ടും കലി തീരാഞ്ഞ്, കോപതാപങ്ങൾ അടങ്ങാഞ്ഞ് അവൾ തലയിണ കടിച്ചു ചീന്തി. തല കുടഞ്ഞടിച്ചു. ചാവാൻ വെമ്പുന്ന വന്യമൃഗത്തിൻ്റെ ഭാവം അവളിൽ ഏറെ നേരം തങ്ങി നിന്നു. ഒടുവിൽ വീണ്ടും അവൾ കണ്ണുനീർ തുള്ളികൾ കൊണ്ട് അഭയം തേടി. അധ്യായം 35. സുജാതൻ ആത്മഹത്യ ചെയ്തു. ഗൾഫിൽ മടങ്ങിയെത്തിയപ്പോൾ ആദ്യം കേട്ട വാർത്ത അമ്മിണിയാണ് അറിയിച്ചത്. കേട്ടപ്പോൾ വിമലയ്ക്കും വിഷമം തോന്നി. സുജാതനുമായി അത്രയത്ര പരിചയമില്ല. എന്നിട്ടും ആ രൂപം അവൾ മറന്നിട്ടില്ല. ജീവിതത്തിൻ്റെ നിരാശകൾ മാത്രം കുടിയേറി പാർത്ത മുഖം, പാറിപ്പറന്ന ചപ്രത്തലമുടി, ആ കണ്ണുകളിലെ ദൈന്യത, മുഷിഞ്ഞ വേഷം.
കമ്പനികളുടെ വാതിലിൽ മുട്ടിക്കൊണ്ട് തൊഴിൽ തേടി തെരുവിലൂടെ അയാൾ അലയുന്ന രംഗം. മരിക്കുന്നതിന് തലേ ദിവസം എന്നെ കാണാൻ വന്നിരുന്നു. ആകെ നിരാശനായിട്ടുള്ള ആ വരവും നിൽപ്പും കണ്ണിൽ നിന്നും മായുന്നില്ല. അമ്മിണി വിഷമത്തോടെ തുടർന്നു. വിമലയെ അന്വേഷിച്ചു. പ്രതാപന്റെ ദുരന്തത്തിൽ വിഷമമുണ്ടെന്ന് പറഞ്ഞു. വിമലയുടെ സങ്കടത്തിൽ പങ്കുചേരുന്നതായി അറിയിക്കണമെന്നും. കക്ഷി രൂപ വായ്പ ചോദിക്കാൻ മറന്നതാ. 200 ദർഹം വേണം. വീട്ടിലേക്ക് പണം അയച്ച കാലം മറന്നു. വീട്ടിൽ നിന്ന് നിരന്തരം കത്തുകൾ. സ്നേഹിതന്റെ മേൽവിലാസത്തിൽ പലരോടും ചോദിച്ചു. ഒരിക്കലും കിട്ടില്ലെന്നറിഞ്ഞുകൊണ്ട് ആര് കൊടുക്കാൻ? പരിചയക്കാരെല്ലാം കടം പറ്റിയിട്ടുണ്ട്. ഒടുവിലാണ് എന്നെ ശരണം പ്രാപിച്ചത്. എൻ്റെ കയ്യിലില്ലെന്ന് ഞാൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ വലിയ വിഷമമായി. വിമലയുണ്ടായിരുന്നെങ്കിൽ വിമലയോട് ചോദിക്കാമായിരുന്നു എന്ന് തന്നെത്താൻ പറയുന്നത് കേട്ടു. ജോലി തെണ്ടി മടുത്തു ചേച്ചി, ഇനി ജീവിക്കണമെന്ന് പോലും ആഗ്രഹമില്ല എന്ന് എന്നോട് പറഞ്ഞു. പിന്നെ അനുഭവിച്ച കഷ്ടപ്പാടുകൾ മുഴുവൻ എണ്ണി എണ്ണി പറയാൻ തുടങ്ങി. ഇടയ്ക്ക് കണ്ണുനീരും കൂടി വന്നു. എനിക്കും വല്ലാത്ത വിഷമമായി. ഞാൻ 50 ദിർഹം കൊടുത്തു. എന്നോട് ഒത്തിരി നന്ദിയും പറഞ്ഞിട്ട് ഭാഗ്യമുണ്ടേൽ ഇനിയും കാണാമെന്നും പറഞ്ഞിട്ടാണ് പോയത്. പിറ്റേ ദിവസം ആത്മഹത്യ ചെയ്തെന്നോ കേൾക്കുന്നത്. പറയുന്നതിനിടയിൽ തന്നെ അമ്മിണിയുടെ കണ്ണ് നിറഞ്ഞു. പാവം ഒരുപാട് ദുരിതം അനുഭവിച്ചു. സുഖം ഒരിക്കലും കിട്ടിയതുമില്ല. എൻ്റെ സങ്കടം അതല്ല വിമലേ. എൻ്റെ കയ്യിൽ 200 ദിർഹം കൊടുക്കാനുണ്ടായിരുന്നു. അടുത്ത ദിവസം വീട്ടിലേക്ക് അയക്കാൻ വെച്ചിരുന്നതാ. വീട്ടിലേക്ക് 2 ദിവസം കഴിഞ്ഞ് അയച്ചാൽ മതിയായിരുന്നു. കാശ് ഞാൻ കൊടുത്തിരുന്നെങ്കിൽ സുജാത ഇന്നും ജീവിക്കുമായിരുന്നു. അവസാനം എൻ്റെ അടുത്ത് വന്നപ്പം സഹായിക്കാമായിരുന്നിട്ടും ഞാൻ കൈവിട്ട് കളഞ്ഞില്ലേ. അമ്മിണി എത്ര നാൾ സഹായിക്കും? ഇനിയും സുജാതന് പണം ആവശ്യം വരില്ലായിരുന്നോ? അതിനിടയ്ക്ക് ഒരു ജോലി കിട്ടിയാലോ? അല്ലെങ്കിൽ തന്നെ ഞാൻ എത്ര പണം പാഴാക്കുന്നു? ഇതും കൂടി അക്കൂട്ടത്തിൽ എഴുതി തള്ളാമായിരുന്നു. തോന്നിയില്ല. അത് പറഞ്ഞാൽ മതി. ഒരു ജീവൻ രക്ഷിക്കാൻ എനിക്ക് കഴിയുമായിരുന്നു. അത് ഓർത്തോർത്ത് 2 ദിവസം ലീവ് എടുത്തിരുന്ന് ഞാൻ കരഞ്ഞു. ഇപ്പോഴും ഓർക്കുമ്പം. സാരമില്ല അമ്പിണി, ഇനിയും അതിനെക്കുറിച്ച് വിഷമിക്കാതിരിക്കുകയാണ് വേണ്ടത്. നല്ലവരെയും പാവങ്ങളെയും ദൈവം ഇങ്ങനെ ദുർവിധിക്കിരയാക്കുന്നത് എനിക്ക് മനസ്സിലാകാത്തത്. ശാപമായിരിക്കും. വിമല മറ്റെന്തോ ഓർത്തുകൊണ്ട് പറഞ്ഞു. പണക്കൊതി പൂണ്ട അച്ഛനമ്മമാരുടെ അത്യാർത്തി പിടിച്ച കൂടപ്പിറപ്പുകളുടെ ശാപം. അമ്മിണി അവളെ സൂക്ഷിച്ചു നോക്കി. വിമല മാറിക്കളഞ്ഞു. ജോലി, ഭക്ഷണം, ഉറക്കം. ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. ഒരൊറ്റ പകലിന് പോലും പ്രകാശമില്ലെന്ന് വിമലയ്ക്ക് തോന്നി. അതോ ജീവിതത്തിൻ്റെ വെളിച്ചവും ചൈതന്യവും മങ്ങിയതോ? ജീവിതം എത്ര വിരസമാണെന്ന്, എത്ര നീണ്ടതാണെന്ന്, എത്രയോ പാഴും ലക്ഷ്യവുമറ്റതാണെന്ന് മനസ്സിലായി വരികയാണ്. ഇഴയുകയാണത്. വിമലയ്ക്ക് ചിലപ്പോൾ പേടി തോന്നി. ഇത് എന്ന് അവസാനിക്കും? എവിടെ അവസാനിക്കും? അനേകം വർഷങ്ങൾക്ക് ശേഷമോ? കിഴവിയാകുന്നതുവരെയോ? അത്രയും കാലം വേണ്ടിവരില്ല. ജീവിതത്തോടുള്ള ആസക്തി തീർന്നവരെ മരണം തേടി വന്ന് അനുഗ്രഹിക്കാറുണ്ടല്ലോ. എങ്ങനെയെല്ലാം ആളുകൾ മരിക്കുന്നു, എന്തെല്ലാം അപകടങ്ങളിൽ. അവരിലൊരാളായി തീരാൻ തനിക്ക് കഴിഞ്ഞുകൂടുന്നില്ല. തീരെ മടുപ്പ് തോന്നുമ്പോൾ വിമല അമ്മിണിയെയും കൂട്ടി പ്രമീളയുടെ വീട്ടിൽ പോകും. അവരോടും കുട്ടികളോടും ഒത്തുചേർന്ന് ബീച്ചിൽ പോയി സമയം ചെലവഴിക്കും. അത്തരം ദിവസങ്ങൾക്ക് മാത്രമാണ് വർണ്ണമുള്ളത്, അല്പമെങ്കിലും ഗന്ധമുള്ളത്. അടുത്ത അവധിക്ക് വിമല വീട്ടിൽ പോയില്ല. വീണ്ടും ഒരവധി കൂടി. വിമല പ്രത്യേകം ചെല്ലണമെന്ന് അമ്മയുടെ കത്ത്. വിമല പോയി. എന്തെങ്കിലും ആവശ്യം തന്നെക്കൊണ്ട് അവർക്കുണ്ടാവുമെന്ന് അവൾക്കുറപ്പായിരുന്നു. വീട്ടിൽ ചെന്നപ്പോഴറിഞ്ഞു അജിതയുടെ വിവാഹ നിശ്ചയമാണ്. അവൾ ഇക്കൊല്ലം ഡിഗ്രി കഴിഞ്ഞതേയുള്ളൂ. ഉദ്യോഗത്തിനൊന്നും കാത്തു നിൽക്കുന്നില്ല. PWDയിൽ ഒരു ജൂനിയർ എഞ്ചിനീയറാണ് വിവാഹാലോചനയുമായി വന്നത്. അയാൾക്ക് അജിതയോട് പ്രേമമായിരുന്നു. അജിത പോലും അതറിഞ്ഞതുമില്ല. അയാൾ നേരിട്ട് വിവാഹാലോചനയുമായി വീട്ടിൽ വന്നു. മാധവിയമ്മ വിമലയോട് വിസ്തരിച്ചു പറഞ്ഞു. ഒന്നാന്തരം തറവാട്ടുകാരാ, ഇഷ്ടംപോലെ സ്വത്ത്, ചെറുക്കൻ ഒന്നാന്തരം ജോലി. അതിൽ കൂടുതൽ എന്താ വേണ്ടത്? വിമല ഒരക്ഷരം മിണ്ടിയില്ല. നീ എന്താടി മിണ്ടാത്തേ? ഒരു നല്ല കാര്യമല്ലേടി ഇത്? അല്ലെന്നാര് പറഞ്ഞു? പിന്നെന്താ നീ അനങ്ങാതിരിക്കുന്നത്? തുക എത്രയാ അത് പറഞ്ഞോ. അതല്ലേ എൻ്റെ പക്ഷത്തു നിന്ന് വേണ്ടത്. അതല്ലേ പ്രതീക്ഷിക്കുന്നുള്ളൂ. പണത്തിന് വേണ്ടിയിട്ട് മാത്രമേ നിന്നെ ഞങ്ങൾ പരിഗണിക്കുന്നുള്ളൂ എന്നാണോ നിൻ്റെ വിശ്വാസം? വിശ്വാസമല്ലമ്മേ, അനുഭവമാ. എടി, അനിലയെപ്പോലെ അജിതയെപ്പോലെ നീയും എൻ്റെ മകളാ. തള്ളയ്ക്ക് മക്കളിൽ പക്ഷാഭേദമില്ല. എനിക്കെല്ലാവരും ഒരുപോലെയാ. അമ്മയ്ക്ക് തമാശ പറയാൻ അറിയാമല്ലോ. ഞാനാണെങ്കിൽ മനസ്സ് തുറന്ന് ചിരിച്ചിട്ട് കുറേ കാലമായി. ഈ ഫലിതം ഏതായാലും എനിക്കിഷ്ടപ്പെട്ടു. വിമല ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നീ എന്നെ കളിയാക്കുകയാണോ? അമ്മ കാര്യം പറ. അജിതയ്ക്ക് എത്ര രൂപ കൊടുക്കാനാണ് ഉദ്ദേശം? അവർ ചോദിക്കുന്നത് 1.5 ലക്ഷമാ. കൊടുക്കാമെന്ന് സമ്മതിച്ചോ? 1.5 അല്ല, 2.5 മേടിച്ച് കെട്ടാനുള്ള ആസ്തി അവർക്കുണ്ട്.
എന്നാൽ പിന്നെ അവരെന്തിനീ നഷ്ടക്കച്ചവടത്തിന് വരുന്നു? നമ്മളോടുള്ള അനുകമ്പ കൊണ്ടോ? അവന് അജിതയെ ഇഷ്ടമാണ്. അത് ശരി, അപ്പോൾ നമുക്കല്ല അവർക്കാണ് ആവശ്യം. അമ്മ തുക വല്ലതും പറഞ്ഞോ? നീ വന്നിട്ട് പറയാമെന്ന് പറഞ്ഞു. അനിലയ്ക്ക് കൊടുത്തത് അജിതയ്ക്കും കൊടുക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും പരാതി വേണ്ട. 1,00,000മോ? കുറഞ്ഞു പോയോ? അനില ചേച്ചിക്ക് 1,00,000 കൊടുത്തെങ്കിൽ കെട്ടിയ ചെക്കന് വായ്നോട്ടമേ ഉള്ളൂ പണി. ഇതങ്ങനെയല്ല, എഞ്ചിനീയറാ. അതിനനുസരിച്ച് തുകയും വ്യത്യാസം വരും. അനില ചേച്ചി പരാതി പറയാൻ വരട്ടെ, ഞാൻ പറഞ്ഞോളാം. അജിത ഇടയ്ക്ക് കയറി പറഞ്ഞു. എന്തിനാടി എഞ്ചിനീയറാക്കിയത്? നിനക്ക് നല്ല കേണലിനെയോ കളക്ടറെയോ കെട്ടിക്കൂടെ? അതിനനുസരിച്ചുള്ള തുക കൊടുത്താൽ മതിയല്ലോ. ചേച്ചിക്കല്ലെങ്കിലും കൂടപ്പിറപ്പുകൾ നന്നാകുന്നത് കാണുന്നത് ഒട്ടും പിടിക്കുകയല്ല. വിമല അവളെ തുറച്ചു നോക്കി. നീയൊക്കെ നന്നായത് എങ്ങനാടി? എൻ്റെ ചോരയും വിയർപ്പും കണ്ണീരും വടിച്ചു കുടിച്ചിട്ട് അല്ലേ? നിനക്കൊക്കെ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടതിന് എനിക്ക് കിട്ടുന്നത് നിൻ്റെയൊക്കെ ചീത്തയും വെറുപ്പും അമർഷവും. ശത്രുക്കൾ കാണിക്കുമല്ലോടി ഇതിനേക്കാൾ കൂറും സ്നേഹവും. ചേച്ചി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടു. ഒരു പുച്ഛ ചിരിയോടെ അജിത തുടർന്നു. കഷ്ടപ്പെട്ടതൊക്കെ ഞങ്ങൾക്കറിയാം, അക്കാര്യമൊന്നും പറയണ്ട. നിനക്കെന്തോന്നറിയാം? കേൾക്കട്ടെ. വിമല പോരിന് തയ്യാറായി എഴുന്നേറ്റു. സത്യം വിളിച്ചു പറയുമ്പോൾ കലികൊണ്ട് തല്ലാൻ വരുന്നതിന് എന്താ കാര്യം? അജിത പെറുപിറുത്തുകൊണ്ട് പോയി. വിമല പിറ്റേ ദിവസം തന്നെ ഗൾഫിലേക്ക് മടങ്ങിപ്പോകാൻ ഒരുങ്ങിയതാണ്. സംഗതി വഷളാകുമെന്ന് കണ്ടപ്പോൾ ഗംഗാധരനും മാധവിയമ്മയും അവളോട് കെഞ്ചി. ഞാൻ ആർക്ക് വേണ്ടിയും കഷ്ടപ്പെട്ടിട്ടില്ല, ഇനിയൊട്ട് കഷ്ടപ്പെടുന്നുമില്ല. എന്നെ വെറുതെ വിട്ടേക്ക്. പിന്നെ കല്യാണം ആര് നടത്തിക്കൊടുക്കും? അതിനിവിടെ കഷ്ടപ്പെടുന്നവരില്ലേ? മൂത്ത ആങ്ങളെയും ഇളയ ആങ്ങളെയും ഉണ്ടല്ലോ, തന്തയും തള്ളയും ഉണ്ടല്ലോ. അതിനിടയ്ക്ക് എന്തിനാ ഈ 7? എടി, അവൾ കഥയറിയാതെ ഏതാണ്ട് പറഞ്ഞുവെന്ന് വെച്ച് നീ അത് കാര്യമാക്കണ്ട. പണ്ടേ അവൾ കഴമ്പില്ലാത്തവളാ. ആരാ ഇവിടെ കഴമ്പുള്ളോര്? എന്നോട് പെരുമാറുമ്പോൾ മാത്രം ആർക്കും കഥയും കഴമ്പുമില്ല. എന്തു ആകാമല്ലോ, തന്തയും തള്ളയും പെരുമാറുന്നത് പോലെയല്ലേ മറ്റുള്ളവരും പെരുമാറൂ. അതിനിപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല, ഇനി ഒന്നും സംഭവിക്കാനും പോകുന്നില്ല. ഒടുവിൽ അച്ഛനായർക്ക് ഇടപെടേണ്ടി വന്നു. മാധവിയമ്മ ചെന്ന് വിളിച്ചോണ്ട് വരികയായിരുന്നു. വിമലെ, നീ പിണങ്ങി പോകരുത്. നിന്റെ തന്തയ്ക്കും തള്ളയ്ക്കും കൂടപ്പിറപ്പുകൾക്കും വകതിരിവില്ലാതെ പോയി എന്ന് വെച്ച് അവരോട് പെരുമാറുന്നവരും വകതിരിവില്ലാത്തവരാകുന്നോ? അച്ഛനായർ അയാളുടെ അമർഷം കൂടി തീർക്കുകയായിരുന്നു. മോളെ, നീ വേണം കല്യാണം നടത്തി കൊടുക്കാൻ. ചുമ്മാ തുള്ളിച്ചാടി പോയതുകൊണ്ട് എന്താ കാര്യം? അച്ഛനായർ വിമലയെ ഉപദേശിച്ചു. അതാ ഞാനും പറയുന്നേ, ഗംഗാധരൻ കൂട്ടിച്ചേർത്തു. അത് ഗംഗാധര, 8-10 കൊല്ലം മുമ്പ് നിങ്ങളാരും ജീവിച്ചതെങ്ങനെയാണെന്ന് എനിക്കറിയാം. ഈ പെണ്ണ് മുഖാന്തരമല്ലേ ഇന്നത്തെ സ്ഥിതി വന്നത്. ഇല്ലെങ്കിൽ നിങ്ങളുടെ കെട്ടിച്ച മോളും കെട്ടാൻ പോണ മോളും വ്യഭിചരിക്കേണ്ടി വന്നേനല്ലോ. ചെലവ് കഴിയാൻ മൂത്തവനും ഇളയവനും ഒന്നാന്തരം മോഷ്ടാക്കളായി തീർന്നേനല്ലോ. വല്ലപ്പോഴും ആ കാലം ഓർമ്മ വേണം. ഇന്ന് നിങ്ങൾ സുഖിച്ചാ ജീവിക്കുന്നത്. അതിവള് അന്യനാട്ടിൽ ചെന്ന് കഷ്ടപ്പെട്ടിട്ടാ. എന്നിട്ട് അവൾ കഷ്ടപ്പെട്ടില്ല എന്ന് മുഖത്ത് നോക്കി പറയുകയും നമ്മുടെ തീട്ടം തിന്നുന്ന തെണ്ടിപ്പട്ടിയാണേലും വഴിയിൽ വെച്ച് കാണുമ്പം ഒന്ന് വാലാട്ടി കാണിക്കും. നിങ്ങളെക്കാൾ അതെത്രയോ ഭേദം. ആരും ഒന്നും മിണ്ടുന്നില്ല. വിമലയ്ക്ക് ഒടുവിൽ വഴങ്ങേണ്ടി വന്നു. അനിലയ്ക്ക് കൊടുത്തത് എത്രയോ അത്രയും ഞാൻ തരാം. അവൾ അജിതയുടെ നേർക്ക് തിരിഞ്ഞു. പക്ഷേ ഇതുകൊണ്ട് നീ നശിച്ചു പോകട്ടെ എന്ന് പ്രാഗിക്കൊണ്ടേ ഞാനത് തരൂ. നിനക്ക് വേണോടി ആ പണം? അജിത സ്തംഭയായി നിന്നു. പറയടി, നിനക്ക് വേണോ? പിന്നീട് അച്ഛമാമൻ വിമലയോട് പറഞ്ഞു. പണം കൊടുക്കുമ്പോൾ നല്ല മനസ്സോടെ വേണം അത് ചെയ്യാൻ. എൻ്റെ മനസ്സിൽ അങ്ങനെയാണ്. അതാരും അറിയണ്ട. വീട്ടിലെല്ലാവർക്കും നല്ലത് വരാനേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. ഇപ്പോഴും അങ്ങനെ തന്നെ. അജിതയുടെ വിവാഹം ഭംഗിയായി നടന്നു. സ്ത്രീധനത്തുക ലക്ഷ്യത്തിലൊതുക്കി. ആ ഉത്തരവാദിത്വവും തീർന്നു. വിമല ഗൾഫിലേക്ക് മടങ്ങി. വീണ്ടും വിരസതയുടെ മരുഭൂമിയിൽ. ചൈതന്യമില്ലാത്ത ദിനരാത്രങ്ങൾ. ആശുപത്രിയിൽ വിമല ഡ്യൂട്ടി റൂമിലായിരുന്നു. ഉച്ചയോടടുത്ത നേരം അമ്മിണിയാണ് പറഞ്ഞത്, നിന്നെ അന്വേഷിച്ച് ആരോ വന്നിരിക്കുന്നു. ആര്? വിമല അത്ഭുതപ്പെട്ടു. പാർലറിൽ ചെന്നപ്പോൾ രാജൻ ബാബു. വിമല സ്തബ്ധയായി നിന്നു. അധ്യായം 36. രാജൻ ബാബു വിമലയെ നോക്കി വിശാലമായി ചിരിച്ചു. വിമല എന്നെ അറിയുമോ? അറിയുമോന്ന് നിങ്ങളെ ഞാൻ ഒരിക്കലും മറക്കില്ല. അങ്ങനെ വേണം. നിന്നെ ഈ നിലയിലെത്തിച്ചത് ഞാനല്ലേ. നിനക്കതിൻ്റെ കടപ്പാട് നന്ദിയും കാണുമെന്ന് എനിക്കറിയാം. വേറെ വിശേഷം വല്ലതും പറയാനുണ്ടോ? ഞാൻ ഈ അബുദാബിയിൽ തന്നെയുണ്ട്. അതൊന്നാമത്തെ വിശേഷം. എന്തിനാണ് വന്നെന്ന് വെച്ചാൽ അത് പറഞ്ഞിട്ട് പോയിക്കോളൂ. നിന്നെ ഒന്ന് കാണാൻ, ക്ഷേമാന്വേഷണത്തിന്. അല്ലേ? അതെ. നിന്നെ എനിക്കങ്ങനെ മറക്കാൻ ഒക്കില്ലല്ലോ. എൻ്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയ ഒരേ ഒരു പെണ്ണാണ് നീ. എന്തൊക്കെയുണ്ട് വാർത്തകൾ? സുഖം തന്നെയല്ലേ? ഈശ്വരാനുഗ്രഹം കൊണ്ട് സുഖം തന്നെ. ഞാൻ നിന്റെ നാട്ടിലൊക്കെ പോയിരുന്നു. നിന്റെ വീടും കുടുംബവുമെല്ലാം തെളിഞ്ഞു പോയല്ലോ. വലിയ വീടും പുരയിടവും ബാങ്ക് ബാലൻസും തീർന്നോ?
പിന്നെ നിനക്ക് ഇപ്പോൾ അവരുണ്ടായിരിക്കും. പക്ഷേ ഞാനൊരാൾ നിമിത്തമാണ് നിനക്ക് ഈ നേട്ടങ്ങൾ ഉണ്ടായതൊക്കെയും. അത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ. എനിക്ക് നല്ല ഓർമ്മയുണ്ടെന്ന് പറഞ്ഞല്ലോ. ഞാനതിനെ കുറേ ബുദ്ധിമുട്ടി. പ്രതിഫലമൊന്നും കിട്ടിയതുമില്ല. നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് വേണ്ടത്? എനിക്ക് നിന്നെ അന്ന് 50,000-ന് ബോംബെയിൽ വിൽക്കാമായിരുന്നു. പക്ഷേ ഞാനത് ചെയ്തില്ല. നിങ്ങളുടെ സന്മനസ്സുകൊണ്ട്, എന്നോടുള്ള കാരുണ്യം കൊണ്ട് അല്ലേ? നിന്റെ ഇഷ്ടം പോലെ കരുതാം. എനിക്കറിയാം എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ ബോംബെയിൽ വിൽക്കാതിരുന്നെന്ന്. ഇവിടെ കൊണ്ടുവന്ന് 4 ഇരട്ടി ലാഭത്തിന് അറബിക്ക് വിൽക്കാൻ. ആഹാ, ഇപ്പോൾ നീ വഴുതിപ്പോയതുകൊണ്ട് എനിക്കെന്ത് നഷ്ടമുണ്ടായെന്ന് നിനക്ക് നല്ലവണ്ണം അറിയാമല്ലോ. അറിയാം. ആ നഷ്ടം വേണമെന്നൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല. ചെറിയൊരു തുക, 1,00,000 രൂപ തന്നാൽ മതി. 1,00,000 മതിയോ? നിങ്ങൾ ഇത്ര ഉദാര മനസ്ഥിതിക്കാരനാണെന്ന് ഞാൻ കരുതിയില്ലല്ലോ. ഞാൻ അങ്ങനെയാണ്. അപ്പോൾ ഈ തുക നീ എനിക്ക് ഇന്ന് തരും. പല ഗഡുക്കളായിട്ട് മതി. 1 വർഷം കൊണ്ട് തന്നു തീർക്കാമോ? വിമലയുടെ മുഖം ചുവന്നു. 1,00,000 രൂപ പോയിട്ട് 1,00,000 പൈസ ഞാൻ നിങ്ങൾക്ക് തരില്ല. അങ്ങനെ പറയല്ലേ, നന്ദികേടാവും. നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്താൻ വന്നതാണോ? ഭീഷണിപ്പെടുത്താനോ? ഏയ്, എനിക്കല്പം പണത്തിൻ്റെ ആവശ്യം വന്നു. നിന്റെ അടുത്ത് വന്നാൽ പഴയ ഉപകാരസ്മരണ ഉണ്ടാവും എന്ന് തോന്നി. ആ തോന്നൽ ഇപ്പോൾ മാറിയല്ലോ. ഇല്ല, ഇപ്പോഴും എൻ്റെ വിശ്വാസം നമ്മൾ തമ്മിലൊരു ധാരണയിൽ പോകുന്നതാണ് നന്നെന്നാണ്. ഇതുവരെ മാന്യമായിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. നിങ്ങൾ 10 വർഷം മുമ്പ് കണ്ട വിമലയല്ല ഇത്. പക്ഷേ എനിക്ക് നീ പഴയ വിമല തന്നെ. 10 വർഷം മുമ്പ് ഞാൻ വിവാഹം ചെയ്ത സ്ത്രീ, എൻ്റെ ഭാര്യ. വിമല വിളറി. ഇപ്പോഴും നീ എൻ്റെ ഭാര്യയാണ്, അത് മറക്കണ്ട. എനിക്ക് നിന്നെ ദ്രോഹിക്കാൻ കഴിയും, പക്ഷേ എനിക്കതിന് ആഗ്രഹമില്ല. 1,00,000 രൂപ തന്നാൽ നമുക്കൊരു ധാരണയിൽ പിരിയാം, പരസ്പരം മറന്നു കളയാമെന്ന്. വിമല അയാളെ തുറച്ചു നോക്കി. പിന്നെ സാവകാശം പറഞ്ഞു, നിങ്ങൾക്കെന്നെ ദ്രോഹിക്കാൻ സാധിക്കുമെങ്കിൽ അതായിക്കോളൂ. ഇനിമേൽ എന്നെ കാണാൻ വരരുത്. വന്നാൽ ഞാൻ കാണാനോ സംസാരിക്കാനോ തയ്യാറല്ല. അവൾ തിരിഞ്ഞു നടന്നു. പുറകിൽ നിന്ന് രാജൻ ബാബുവിൻ്റെ ചിരി കേട്ടു. പെട്ടെന്നൊരു തീരുമാനം എടുക്കണ്ട. എനിക്കത്ര ധൃതിയൊന്നുമില്ല. ആജീവനാന്തം എൻ്റെ ഭാര്യയെ കഴിയാൻ നിനക്ക് താല്പര്യം കാണുകയില്ലല്ലോ. അതുകൊണ്ട് നല്ലപോലെ ആലോചിച്ചിട്ട് മതി. വിമല തിരിഞ്ഞു നോക്കാതെ നടന്നു. രാജൻ ബാബു ഇറങ്ങിപ്പോയി. അമ്മിണി വിമലയോട് ചോദിച്ചു, ആരായിരുന്നു അത്? എൻ്റെ ഭർത്താവ്. ഭർത്താവോ? അമ്മിണി നെറ്റി ചുളിച്ചു. രാജൻ ബാബു, ഞാൻ പറഞ്ഞിട്ടില്ലേ? ഓ, അയാൾ എന്തിനു വന്നു? ഞാനിപ്പോഴും അയാളുടെ ഭാര്യയാണെന്ന് ഓർമ്മിപ്പിക്കാൻ. എന്നിട്ട് അയാൾ ആ സ്ഥാനം ഒഴിവാക്കി തരും. 1,00,000 രൂപ കൊടുത്താൽ മതി. ഓഹോ, നീ എന്തു പറഞ്ഞു? രൂപ കൊടുക്കില്ലെന്ന്. എന്ന് വച്ചാൽ മരണം വരെ അയാളുടെ ഭാര്യയെ തുടർന്നു കൊള്ളാമെന്ന്. സംഗതി അത്ര നിസ്സാരമല്ലല്ലോ മോളെ. അയാൾക്ക് എന്നെ എന്തു ചെയ്യാൻ കഴിയും? നിയമാശ്രിതമായി നീ അയാളുടെ ഭാര്യയല്ലേ. നിയമം എന്തു ചെയ്യും? ഭർത്താവിന് ചെലവിന് കൊടുക്കണമെന്ന് വിധിക്കുമോ? അതില്ല. പക്ഷെ നിന്റെ ഭാവി. എനിക്കെന്ത് ഭാവി? നല്ല കാലം വരുമെന്നുള്ള പ്രതീക്ഷയൊക്കെ ഞാൻ കൈവിട്ടു. നിനക്ക് പ്രതീക്ഷയില്ലെന്ന് വെച്ച് നല്ല കാലം വന്നുകൂടായികയില്ല. നിനക്കിനിയും ഒരു ഭർത്താവും കുടുംബജീവിതമൊക്കെ ഉണ്ടാവും. യഥാർത്ഥത്തിൽ നീ അവിവാഹിതയാണ്, ചെറുപ്പക്കാരിയാണ്, സുന്ദരിയാണ്. ജീവിതത്തിൽ ഓരോ വഴിത്തിരിവുണ്ടാവുന്നതും പെട്ടെന്നായിരിക്കും. നമ്മളെ അത് അത്ഭുതപ്പെടുത്തും, ഞെട്ടിപ്പിക്കും, തകർക്കും. വീണ്ടും ഇതെല്ലാം ആവർത്തിക്കും. ജീവിതം ഇനിയും ധാരാളമുണ്ടെന്ന കരുതലോടെ വഴിയിലെ തടസ്സങ്ങൾ നീക്കി വേണം പോകാൻ. പിന്നീടോർത്ത് പശ്ചാത്തപിക്കേണ്ടി വരരുത്. കണ്ണിലെ ആ കരട്, അല്ലെങ്കിൽ കാലിൽ കൊണ്ട മുള്ള് അന്ന് തന്നെ എടുത്ത് കളയാമായിരുന്നെന്ന്. ഞാൻ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? 1,00,000 രൂപ കൊടുക്കണോ? എന്നല്ല, അയാളുമായി ഒരൊത്തുതീർപ്പിൽ പോകുന്നതല്ലേ നല്ലത്. ഇല്ല, അയാൾക്ക് ഞാൻ 1 രൂപ തിരിച്ചു കൊടുക്കില്ല. അമ്മിണി ഏതാനും നിമിഷം അവളെ നോക്കി നിന്നു. പിന്നെ തൻ്റെ പണിയിൽ വ്യാപൃതിയായി. അന്നു രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ വിമല വിളിച്ചു, അമ്മിണി ഉറങ്ങിയോ? ഇല്ല. എന്താ? വെറുതെ. നിനക്കെന്താ പറയാനുള്ളത്? ഞാനിവിടുത്തെ ജോലി മതിയാക്കിയാലോ എന്ന് ആലോചിക്കുക. എന്താ ഇത്ര പെട്ടെന്ന് അങ്ങനൊരു ആലോചന? മടുത്തു. നിരാശയും മടുപ്പും മുഴുവൻ ആ ഒറ്റ വാക്കിൽ നിറഞ്ഞിരിക്കുന്നു. ജോലി ഉപേക്ഷിച്ച് പോയിട്ടോ? വീട്ടിൽ ചെന്ന് നിൽക്കും. അവിടെയും ഇതിനേക്കാൾ വേഗം മടുക്കില്ലേ? പച്ചമരത്തോട് അവർ ഇതാണ് ചെയ്യുന്നതെങ്കിൽ ഉണക്കമരത്തോട് എന്തായിരിക്കും? എൻ്റെ കാര്യം നോക്കാനുള്ള പണവും കൊണ്ടേ ഞാൻ പോകൂ. എന്നാലും വീട്ടിലിരിക്കുമ്പോൾ ശ്വാസം മുട്ടും മോളെ. കുത്തുവാക്കിന് പഞ്ഞമുണ്ടാവില്ലല്ലോ. ആരും എന്തും പറഞ്ഞോട്ടെ. ഏതു കൂരമ്പ് വന്നാലും തകർക്കാൻ പറ്റാത്ത വിധം മനസ്സ് കല്ലിച്ചുപോയി. പിന്നെ എന്താ പേടിക്കാൻ? നാട്ടിലേതെങ്കിലും ആശുപത്രിയിൽ നല്ലൊരു തുക സെക്യൂരിറ്റി വെച്ച് ഒരു ജോലി സമ്പാദിക്കാം. എന്നാൽ പിന്നെ ജോലി രാജിവെക്കുന്നത് എന്തിനാ? അതേ ജോലിയല്ലേ നീ ഇവിടെ ചെയ്യുന്നത്? ഇവിടെ വയ്യ. എനിക്കിനി ഇവിടെ തുടരാൻ പേടി തോന്നുന്നു. രാജൻ ബാബു ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണോ?
അതുകൊണ്ടല്ല, കുറേ നാളായിട്ട് എനിക്ക് അങ്ങനെ തോന്നുകയാണ്. നല്ലപോലെ ആലോചിച്ച് ശേഷമേ ചെയ്യാവൂ. ഉപേക്ഷിച്ചു പോയാൽ അത്ര എളുപ്പം മടങ്ങാനൊക്കില്ലെന്ന് ഓർമ്മ വേണം. വിമലയൊന്നും മിണ്ടിയില്ല. അമ്മിണിയും മൗനം ഭജിച്ചു. അക്കൊല്ലം അവധിക്ക് വീട്ടിൽ ചെന്നപ്പോൾ വിമല അമ്മയോടും അച്ഛനോടും പറഞ്ഞു, ഞാൻ അവിടുത്തെ ജോലി നിർത്തിപ്പോയെന്നാലോ എന്ന് ആലോചിക്കുക. മാധവിയമ്മ മകളെ തുറിച്ചു നോക്കി. ഇവിടെ വന്നിട്ട് എന്താ ചെയ്യാനാ? ഇവിടെ ഉള്ളതൊക്കെ എന്താ ചെയ്യുന്നത്? അത് ചെയ്യും. നിനക്കിത്ര ധൃതി എന്താ അവിടുന്ന് പോരാൻ? ഞാൻ മടുത്തു. പെണ്ണെ, നീ നിന്റെ കടമ മറക്കരുത്. കുടുംബം രക്ഷപ്പെടാനാണ് നിന്നെ ഗൾഫിൽ വിട്ടത്. ഓരോരുത്തർ ഇന്നത്തെ കാലത്ത് ഗൾഫിലേക്ക് പോവാൻ 10,000-50,000 മുടക്കി നെട്ടോട്ടം ഓടുന്നു. ഇവിടെ ഒരുത്തി ഉള്ള പണി വലിച്ചെറിയാൻ നോക്കുന്നു. ഇനി തീരാനുള്ള കടമ ഏതാ? ഒരാങ്ങളെയും 2 അനുജത്തിമാരെയും മാന്യമായിട്ട് കെട്ടിച്ചയച്ചില്ലേ? അച്ഛനും അമ്മയ്ക്കും വീടും പറമ്പും ആയില്ലേ? അജയനോ? അവൻ്റെ കാര്യം ആര് നോക്കും? അവനൊരാണല്ലേ, ഞാനൊരു പെണ്ണാ. എൻ്റെ കാര്യം ആര് നോക്കും? നിന്റെ കാര്യം നോക്കാൻ ഞങ്ങളല്ലേ ഉള്ളത്. എന്നിട്ടെന്താ, എനിക്ക് വീടും കുടുംബമൊന്നും വേണ്ടേ? നിനക്കതിന് മാത്രം പ്രായമൊന്നും ആയില്ലല്ലോ. ഓരോന്നും നടക്കേണ്ട സമയത്ത് വേണ്ട പോലെ ആലോചിച്ച് നടത്താൻ ഞങ്ങൾക്കറിയാം. അതിനാ തന്തയും തള്ളയും. ആകട്ടെ, അജിതയും അനിലയും എൻ്റെ അനിയത്തിമാരാണോ അതോ ജ്യേഷ്ഠത്തിമാരോ? അവരുടെ അത്രയും പ്രായം എനിക്കില്ലെന്നാണോ അമ്മ പറഞ്ഞുകൊണ്ട് വരുന്നത്? എടി, ഓരോന്നിനും ഓരോ സമയമുണ്ട്. മംഗല്യഭാഗം വരുന്നതോടെ അങ്ങ് നടന്നു പോവും. അത് ഈശ്വര നിശ്ചയമാ. അവരുടെ മംഗല്യഭാഗ്യം അടുത്തായിരുന്നു. അതുകൊണ്ട് ആ സമയത്ത് അങ്ങ് നടന്നുപോയി. അല്ലാതെ ഞാൻ അധ്വാനിച്ച് കാശുണ്ടാക്കി കൊടുത്തിട്ടല്ല. കാശുണ്ടായിട്ട് എന്താ കാര്യം? നിന്റെയും പ്രതാപൻ്റെയും കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ടായിരുന്നല്ലോ. എന്നിട്ടെന്തേ നടക്കാഞ്ഞത്? സമയമായില്ല. നിനക്ക് മംഗല്യഭാഗ്യം വന്നില്ലായിരുന്നു. അമ്മ മനഃപൂർവ്വം കുത്തി പറഞ്ഞതാണെന്ന് വിമലയ്ക്ക് മനസ്സിലായി. ഹൃദയത്തിലൊരു ചെറിയ നീറ്റൽ. തനിക്ക് മംഗല്യഭാഗ്യം അടുക്കാത്തതുകൊണ്ട് പ്രതാപനെ വിമാനത്തിൽ കയറ്റി അത് തകർത്ത് ആ മനുഷ്യനെ കൊല്ലിച്ച ഈശ്വരൻ. ചിരിക്കുകയാണോ തേങ്ങുകയാണോ ശപിക്കുകയാണോ വേണ്ടത്? എടി, ദൈവം അറിഞ്ഞു തന്ന ജോലിയാ. എല്ലാവർക്കും ഇങ്ങനെ വാരിക്കോരി കൊടുക്കുകയല്ല. കൈവന്ന ഭാഗ്യം നീ വലിച്ചെറിയരുത്. എന്നും ഇങ്ങനെ കിട്ടുകയില്ലെന്ന് ഓർക്കണം. ജോലി രാജിവെക്കാൻ വരട്ടെ, ഞങ്ങൾ പറയാം, മാധവിയമ്മ പറഞ്ഞു നിർത്തി. അടുത്ത അധ്യായം നാളെ.